ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉദയഭാനുവിനെ പറ്റിയിട്ടുള്ള എല്ലാ സത്യങ്ങളും ആനന്ദ് ഇത്രയും നാളും മനസ്സിലിട്ട് കണ്ടു നടന്നിരുന്ന സത്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തുകയാണ്. പറയുന്നുണ്ട്, ദേവി എത്ര വരെ പഠിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് ഓരോരുത്തരോടായിട്ട് ആനന്ദ് ചോദിക്കുമ്പോൾ അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവളാകെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് ആനന്ദ് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. 10ാം ക്ലാസ് വരെയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, തന്നെയില്ല, ഇവിടെ നിന്നും ജോലിക്കെന്ന് പറഞ്ഞ് പോയിരുന്നത് അവള് ജോലിക്കൊന്നല്ല, IT കമ്പനിയിൽ ജോലിക്കെന്നൊക്കെ പറഞ്ഞ് ഇവള് പോയിരുന്നില്ലേ. അപ്പം ഒരു ഹോട്ടലില് അവള് ജോലിക്ക് പോയതാണ്. അവിടെ മേശ തുടയ്ക്കാനും പാത്രം കഴുകാനും വേണ്ടിയിട്ടാണ് ഇവളിവിടെ നിന്നും പോയിരുന്നത് എന്നും കൂടി പറയണേ കേൾക്കുമ്പോൾ എല്ലാവരും അന്തം വിട്ടു പോകുന്നുണ്ട്. അപ്പോ എന്താ ഈ പറയുന്നത്, ദേവിയെ പറ്റി തന്നെയാണോ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചവര് നിൽക്കുകയാണ്. അതെ, ദേവിയെ പറ്റി തന്നെയാണ്, നിങ്ങളുടെ ദേവി മോളെ പറ്റി തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് ആനന്ദ് പറയുന്നുണ്ട്. എന്തായാലും ഇവര് പൈസയൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് ഇവര് നമ്മൾ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നു എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആനന്ദിന്റെ ഫോണില് ആ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പൈസ, അതായത് മാമൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ പൈസ അത് ഉദയഭാനു എടുത്ത് പോക്കറ്റിലാക്കുന്ന, ഷർട്ടിന്റെ ഉള്ളിലാക്കുന്ന ആ ഒരു ദൃശ്യം ഫോണില് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ദേവിയുടെ കിളി പോയി അങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ദേവിയോട് വെറുപ്പും ദേഷ്യം ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക തന്നെ വേണമെന്ന് പറയുകയും അങ്ങനെ അവരെ ആ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരവിടേക്ക് ഒന്നും അറിയാത്ത പോലെയാണ് അവരവിടേക്ക് വരുന്നത്. വലിയ രീതിയിൽ നല്ല സൂട്ടും ഇതും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവരവിടേക്ക് വരുന്നത്. അങ്ങനെ അവരവിടേക്ക് വരുമ്പോൾ വലിയ വർത്താനം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉദയഭാനുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, ഇവിടെ നടന്ന സത്യങ്ങളൊന്നും തന്നെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ദേവി ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. എന്താ മോളെ നീ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ അറിയാതെ വന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കടയിൽ നിന്നും പണം മോഷ്ടിച്ചതിനെ കുറിച്ചിട്ടും അതുപോലെ അവരുടെ ദാരിദ്ര്യത്തെ പറ്റി വെല്ലുവിളിച്ച് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബാലൻ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അവരൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കടന്നു എന്റെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് ഉദയഭാനുവിന്റെ ഷർട്ടിന്റെ കുത്തനെ പിടിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അനിയന്മാരൊക്കെ ചെന്ന് അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പൊ ഏട്ടാ വേണ്ട എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവൻ അതിന് സമ്മതിക്കുന്നു. നമ്മുടെ ഗോമതി നല്ല ദേഷ്യത്തിലാണ്. ഗോമതി പറയുന്നുണ്ട്, വേണ്ട, ഇനി ഈ ദേവി ഇവിടെ താമസിക്കേണ്ട, ഇത്രയും നാളും ചതിച്ച അവൾ ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് പറയുകയാണ്. അപ്പോ ഇല്ല അമ്മേ, എന്നെ നിങ്ങൾ ആരും പുറത്താക്കരുത്, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി അങ്ങനെ അവരുടെ കാലൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഗോമതി തന്നെയാണ് അവളെ പിടിച്ച് പുറത്താക്കി 3 പേരെയും, അതായത് ശ്രീകലയെയും അതുപോലെ നമ്മുടെ ഉദയഭാനുവിനെയും ദേവിയെയും പിടിച്ച് വീടിന് പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.